എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ശിവഗിരി ചരിത്രം അധ്യായം 4. കഴിഞ്ഞ അധ്യായത്തിൽ നാം പറഞ്ഞു നിർത്തിയത് അദ്വൈത ജീവിതം എന്ന ഗുരുദേവൻ്റെ പ്രസിദ്ധമായ വിളംബരത്തെക്കുറിച്ചായിരുന്നു. പ്രസ്തുത വിളംബരത്തിൽ സാങ്കേതിക വിദ്യാഭ്യാസ പരിഷ്കരണത്തിനൊപ്പം മത സദാചാര ബോധത്തിൻ്റെ ആവശ്യകതയും ഗുരുദേവൻ പറഞ്ഞിരുന്നു. അതിലൂടെ സാങ്കേതിക പരിജ്ഞാനത്തിലൂടെ ആർജിക്കുന്ന വിജ്ഞാനം അഥവാ അറിവ് മനുഷ്യ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുവാനുള്ള ആഗ്രഹം മനുഷ്യനുണ്ടായി വരികയും ചെയ്യും. അല്ലാത്തപക്ഷം ഒരുപക്ഷെ മനുഷ്യ പുരോഗതിക്ക് ഉതകേണ്ട പല നവനൂതന വിജ്ഞാനവും കണ്ടുപിടുത്തങ്ങളും മനുഷ്യകുലത്തിനും പ്രപഞ്ചത്തിൻ്റെ സന്തുലിതാവസ്ഥയ്ക്കും ദോഷമായി ഭവിച്ചേക്കാം. പലപ്പോഴും ഇന്ന് കണ്ടുവരുന്ന ഒട്ടുമിക്ക സംഘട്ടനങ്ങളുടെയും യുദ്ധങ്ങളുടെയും മറ്റും വിനാശകരമായ അവസ്ഥ സാങ്കേതിക പരിജ്ഞാനത്തിനൊപ്പം ശാശ്വതമായ സത്യം, ധർമ്മം മുതലായവ തിരിച്ചറിയുവാൻ കഴിയാതിരുന്നത് മൂലമല്ലേ? അതുകൊണ്ടൊക്കെ ആകാം ഗുരുദേവൻ ശിവഗിരിയിൽ ഒരു മഠം സ്ഥാപിക്കുവാൻ തീരുമാനിച്ചത്. അതിൻ്റെ ആദ്യപടിയായി 1081 ചിങ്ങം ലക്കം വിവേകോദയത്തിൽ തൃപ്പാദങ്ങൾ ഒരു വിളംബരം നടത്തി. ആ വിളംബരം ഇങ്ങനെയാണ്: വർക്കല ശിവഗിരിയിൽ സ്വജനങ്ങളുടെ പൊതു ഉപയോഗത്തിനും നന്മയ്ക്കും വേണ്ടി ശാശ്വതമായൊരു ദേവാലയവും സംസ്കൃത വിദ്യാലയവും സ്ഥാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നതിനാൽ ചെലവുകൾക്കായി മനസ്സും ശക്തിയുമുള്ള സ്വജനങ്ങളോട് ഓരോ ഉറുപ്പിക സംഭാവനയായി ആവശ്യപ്പെട്ടുകൊള്ളുന്നു. ഈ സംഖ്യയെ പിരിക്കുന്നതിന് നമ്മുടെ മുദ്രയുള്ള ലിസ്റ്റുകളും കൊടുത്ത് ഇവിടെ നിന്നും വിശ്വസ്തരായ ആളുകളെ നിയമിക്കുന്നതാണ്. അവരെ പ്രസ്തുത സംഖ്യ ഏൽപ്പിച്ച് ലിസ്റ്റിൽ ഒപ്പുവെച്ച് തരികയും അധികമായി വല്ല സംഖ്യയും ഇതിലേക്ക് ദാനം ചെയ്യുവാൻ പ്രത്യേകം വിചാരിക്കുന്നവർ വിവരം ഇവിടെ അറിയിക്കുകയും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു എന്ന് നാരായണ ഗുരു. സമർപ്പിത ചേതസ്സുകളായ ഏതെങ്കിലും ഒരു ഭക്തൻ്റെ സംഭാവനയായി നിഷ്പ്രയാസം ഈ ക്ഷേത്രം, ഈ മഠം നിർമ്മിക്കാമായിരുന്നു എങ്കിലും എങ്ങും ജനചിത്തങ്ങൾ ഇണക്കി പ്രസരിക്കുന്ന ഗുരു എല്ലാവരുടെയും പങ്കാളിത്തത്തോടുകൂടി ശാരദാമഠം നിർമ്മിക്കുവാനാണ് ആഗ്രഹിച്ചത്. പ്രസ്തുത ക്ഷേത്രം ക്ഷേത്ര നിർമ്മാണത്തിൻ്റെയും പ്രതിഷ്ഠയുടെയും ഗതിവിഗതികൾ മാറ്റുന്ന പൂജാവിധികൾക്ക് മറ്റൊരു മാനം നൽകുവാൻ ഉതകുന്ന ഒരു നൂതന പുലരിക്കാണ് ശുഭാരംഭം കുറിക്കുവാൻ പോകുന്നത്. ശിവഗിരി താഴ്വരയിൽ നടക്കുന്നത് കേരള ക്ഷേത്രപ്രതിഷ്ഠ എന്നല്ല, ഒരുപക്ഷെ ഭാരത ക്ഷേത്രപ്രതിഷ്ഠ ചരിത്രത്തിലെ തന്നെ അത്യപൂർവമായ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാകർമ്മത്തിൻ്റെ ആരംഭമാകാം. എന്നു മാത്രമോ, പ്രതിഷ്ഠാ മഹോത്സവത്തോടനുബന്ധിച്ചുള്ള സംഭവങ്ങളും സമ്മേളനങ്ങളും അതിനുള്ള പ്രൗഢമായ ഒരു തുടക്കം മാത്രമാകാം. ക്ഷേത്ര നിർമ്മിതിയുടെയും പ്രതിഷ്ഠയുടെയും പ്രത്യേകതയും തുടർന്നു വരുന്ന മഹാസമ്മേളനങ്ങളിലെ പ്രതിപാദ്യ വിഷയങ്ങളുടെ പ്രൗഢിയും മനസ്സിലായാൽ മാത്രമേ ഗുരുദേവൻ്റെ ക്ഷേത്ര പ്രതിഷ്ഠാ സങ്കല്പങ്ങളെക്കുറിച്ച് നമ്മൾക്ക് മനസ്സിലാവുകയുള്ളൂ. ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം വഹിക്കുവാൻ ഗുരുദേവൻ നിശ്ചയിച്ചത് ഒരു പ്രധാനപ്പെട്ട വ്യക്തിയെ തന്നെയാണ്. അദ്ദേഹം ഉടനെത്തും. ഗുരുവിൻ്റെ ആജ്ഞ കിട്ടിയ ഉടൻ തൻ്റെ എല്ലാ ഭാരിച്ച ഉത്തരവാദിത്തങ്ങളും ഉപേക്ഷിച്ച് ദാ വരുന്നു, കോട്ടും സൂട്ടും തലപ്പാവും ഷൂസും ധരിച്ച് ശാന്തഗംഭീരനായ ധീരനായ സമുദായ സ്നേഹി ഡോക്ടർ പൽപ്പു. അന്ന് അദ്ദേഹം ബ്രിട്ടീഷ് ഇന്ത്യയിൽ ബാംഗ്ലൂരിൽ ചീഫ് മെഡിക്കൽ ഓഫീസറായി ജോലി ചെയ്യുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അന്നത്തെ ശമ്പളം തിരുവിതാംകൂർ ദിവാനേക്കാൾ അധികമായിരുന്നു. ശ്രീനാരായണ ഗുരുദേവ ശിഷ്യരെക്കുറിച്ച്, ഗുരുദേവ അനുയായികളെക്കുറിച്ച് പറയുമ്പോൾ പ്രഥമ സ്ഥാനീയനാണ് ഡോക്ടർ പൽപ്പുവിൻ്റെ സ്ഥാനം. നമുക്ക് നമ്മളുടെ വിഷയത്തിലേക്ക് വരാം. ഡോക്ടർ സ്വതസിദ്ധമായ വേഗത്തിൽ നടന്ന് സ്വാമി തൃപ്പാദങ്ങളുടെ അടുക്കൽ വന്ന് വണങ്ങി നിന്നു. ഗുരുദേവൻ ഡോക്ടർ പൽപ്പുവിനെ നോക്കി.
ഡോക്ടർ പൽപ്പുവിനെ ഗുരുദേവൻ ഡോക്ടറെ എന്നാണ് വിളിക്കാറ്. നാം വളരെയധികം ക്ഷേത്രങ്ങൾ ഇതിനോടകം സ്ഥാപിച്ചു കഴിഞ്ഞു. ഇനിയും ക്ഷേത്രപ്രതിഷ്ഠകൾ അനിവാര്യമായും വരാം. വിദ്യാഭ്യാസമാണ് മനുഷ്യ പുരോഗതിയിലേക്കുള്ള ഏറ്റവും ലളിതമായ മാർഗം. അത് നാം പലപ്പോഴും പറഞ്ഞിട്ടുമുള്ളതാണ്. ഇനി ഈ ശിവഗിരിയിൽ വിദ്യയും വൃദ്ധിയും സിദ്ധിയും മോക്ഷവും നൽകുന്ന ദേവതയാണ് പ്രതിഷ്ഠിക്കേണ്ടത്, ശാരദയെ, ശാരദാംബയെ. ഡോക്ടർ പൽപ്പുവിനെ നോക്കി ഗുരു തുടർന്നു. ഡോക്ടർ അതിനുള്ള കർമ്മ പരിപാടികൾക്ക് നേതൃത്വം നൽകണം. കുമാരവും അതുപോലെ വൈദിക കാര്യങ്ങളിൽ സഹായിക്കുവാൻ ശങ്കരനും പിന്നെ ചൈതന്യയും കൂട്ടിനുണ്ടാകും. ശങ്കരൻ എന്ന് ഗുരു ഉദ്ദേശിച്ചത് ശങ്കരൻ പരദേശി സ്വാമികളെക്കുറിച്ചും ചൈതന്യ എന്ന് ഗുരുദേവൻ ഉദ്ദേശിച്ചത് ചൈതന്യ സ്വാമികളെക്കുറിച്ചുമാണ്. തച്ചുശാസ്ത്രത്തിൽ ബഹുകേമനാണ് ചൈതന്യസ്വാമികൾ. ചൈതന്യസ്വാമികളും പരദേശി സ്വാമികളും പരമ്പരാഗത രീതിയിലുള്ള ക്ഷേത്ര നിർമ്മിതിയിൽ ശില്പകലാ വൈദഗ്ധ്യത്തോടുകൂടി ശാരദാ മഠത്തിൻ്റെ ശ്രീകോവിൽ പണിയണമെന്നുള്ള അഭിപ്രായക്കാരായിരുന്നു. എന്നാൽ എല്ലാവർക്കും കാണുവാൻ പറ്റുന്ന രീതിയിൽ ശാരദാ മഠത്തിൻ്റെ ഗർഭഗൃഹം നിർമ്മിക്കണം എന്നുള്ളതായിരുന്നു ഗുരുദേവൻ്റെ നിർദ്ദേശം. എന്നു മാത്രമല്ല, ജനലുകളും പുറകിലും മുൻപിലും വാതിലുകളുമടക്കമുള്ള മന്ദിരം പണിയുവാൻ ഗുരുദേവൻ മാർഗനിർദ്ദേശം നൽകി. ഇപ്പോൾ ശാരദാ മഠത്തിൻ്റെ മുൻവശത്ത് കാണുന്ന നമസ്കാര മണ്ഡപം പിന്നീട് പണി കഴിപ്പിച്ചതാണ്. നമ്മളെല്ലാവരും ശിവഗിരിയിൽ പല പ്രാവശ്യം പോവുകയും അപ്പോഴൊക്കെ ശാരദാ മഠത്തിലെത്തി പ്രാർത്ഥിക്കുന്നവരുമാണല്ലോ. ശാരദാ മഠം മനക്കണ്ണിലൊന്ന് കാണുവാൻ ശ്രമിച്ചു നോക്കൂ. ഇങ്ങനെയുള്ളൊരു പ്രാർത്ഥനാലയം ഇന്നും അത്യപൂർവമല്ലേ. ഡോക്ടർ പൽപ്പുവിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്ത് ക്ഷേത്ര നിർമ്മിതിക്ക് ഏതാണ്ട് ആവശ്യം വരുന്ന തുകയിൽ 14,000 രൂപ പലരിൽ നിന്നും സംഭാവനയായി സ്വീകരിച്ചെടുത്തു. ഈ സമയങ്ങളിലും ഭക്തരുടെ പ്രയോജനത്തിനും അപേക്ഷ പ്രകാരവും ഗുരുദേവൻ വളരെയധികം യാത്രകൾ ചെയ്തുകൊണ്ടിരുന്നു. ഗുരുദേവൻ അരുവിപ്പുറത്തും തുടർച്ചയായി പോകാറുണ്ടായിരുന്നു. ഈ കാലഘട്ടത്തിൽ ഗുരുദേവൻ നടത്തിയ പ്രധാനപ്പെട്ട ചില യാത്രകളെക്കുറിച്ചുകൂടി പരാമർശിച്ചുകൊണ്ട് നമുക്ക് ഈ അധ്യായം തുടർന്നു പോകാം എന്ന് പ്രതീക്ഷിക്കുന്നു. 1908 ജനുവരിയിൽ മംഗലാപുരത്തുള്ള ഗുരുദേവ ഭക്തരായ ബില്ലവ സമുദായക്കാരുടെ ആഗ്രഹപ്രകാരം മംഗലാപുരം പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള കുദ്രോളിയിൽ ഗുരുദേവൻ എത്തുകയും അവരുടെ അപേക്ഷ പ്രകാരം അവിടെ ഒരു ക്ഷേത്രത്തിന് തറക്കല്ലിടുകയും ചെയ്തു. ശേഷം ആ ക്ഷേത്രത്തിന് തൃപ്പതീശ്വര ക്ഷേത്രം എന്ന് ഗുരുദേവൻ നാമകരണം ചെയ്തു. അങ്ങനെ നാമകരണം ചെയ്യുവാനും ഒരു കാരണമുണ്ടായിരുന്നു. ശിലാസ്ഥാപനത്തിന് ശേഷം തലശ്ശേരിയിൽ ചെയ്തതുപോലെ തന്നെ ഒരു ഭണ്ഡാരപ്പെട്ടിയും ഒരു ബോർഡും ക്ഷേത്ര നിർമ്മാണ സ്ഥലത്തു തന്നെ ഗുരുദേവൻ സ്ഥാപിക്കുകയുണ്ടായി. ഈ ക്ഷേത്രം മംഗലാപുരം ഗോകർണനാഥ ക്ഷേത്രം എന്നും അറിയപ്പെടുന്നു. ഈ ക്ഷേത്രം ഇപ്പോൾ ഒന്ന് കാണേണ്ടത് തന്നെയാണ്. പ്രസ്തുത ക്ഷേത്രത്തെക്കുറിച്ചും അവിടെ നൽകുന്ന കാപ്പി പ്രസാദത്തെക്കുറിച്ചും മറ്റും ഉദ്ധരിച്ചുകൊണ്ട് സന്ദർഭോചിതമായി മറ്റൊരു വീഡിയോ ചെയ്യാം എന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ 1908 തന്നെ ഗുരുദേവൻ മറ്റൊരു പ്രധാനപ്പെട്ട യാത്രയും കൂടി നടത്തി. അരുവിപ്പുറത്തുനിന്നും തെക്ക്, നാഗർകോവിലിന് വടക്കായി തമിഴർ തിങ്ങിപ്പാർക്കുന്ന കോട്ടൂർ എന്ന പട്ടണത്തിലേക്ക്. അന്ന് അവിടെയുള്ള 8 തെരുവുകളിലായി 42 പ്രാകൃത ദേവതകളെ പൂജിക്കുന്ന ക്ഷേത്രങ്ങളുണ്ടായിരുന്നു. മദ്യവും ജന്തുബലിയും മുട്ടയും മറ്റുമായിരുന്നു അവിടുത്തെ പ്രധാന നിവേദ്യങ്ങൾ. മറ്റനവധി പ്രാകൃതമായ ആചാരങ്ങളും അവിടെ നിലനിന്നിരുന്നു. ഓരോ ക്ഷേത്രക്കാരും മേനി പറയുവാൻ വേണ്ടി വളരെയധികം പണം ചിലവാക്കി ഉത്സവങ്ങളും മറ്റും നടത്തിപ്പോന്നിരുന്നു. അതുകൊണ്ട് തന്നെ അവർ കൂടുതൽ ദരിദ്രരായിക്കൊണ്ടുവരുന്നു. അനുകമ്പാമൂർത്തിയായ ഗുരുദേവൻ അവിടെ എത്തി അവിടെയുള്ള എല്ലാവരുടെയും
സമ്മതത്തോടുകൂടി 41 ക്ഷേത്രങ്ങളും അവയിലെ വിഗ്രഹങ്ങളും നശിപ്പിക്കുകയും ജന്തുബലിയും കള്ളുനിവേദ്യവും മറ്റും നിരോധിക്കുകയും ചെയ്തു. അതിനുശേഷം നിലനിർത്തിയ ക്ഷേത്രത്തിൽ ഗണേശനെ പ്രതിഷ്ഠിച്ചു. അതാണ് കോട്ടൂർ ഗണപതി ക്ഷേത്രം. അതോടെ ആ ദേശത്തിൻ്റെ ഗതി മാറി ആ ദേശത്തിന് ഒരു പുതുജീവൻ കൈവരികയും ചെയ്തു. അങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ. അതുപോലെയുള്ള പല യാത്രകൾക്കൊടുവിൽ ഗുരുദേവൻ സാധാരണ എന്നതുപോലെ ശിവഗിരിയിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു. അധികം താമസിയാതെ ശാരദാ മഠത്തിൻ്റെ ശിലാസ്ഥാപനത്തിലുള്ള പ്രാരംഭ പ്രവർത്തനങ്ങളെല്ലാം ഏതാണ്ട് പൂർത്തിയാകുകയും ക്ഷേത്ര ശിലാസ്ഥാപനം നടത്തുവാനുള്ള തീരുമാനമുണ്ടാവുകയും ചെയ്തു. 1084 ചിങ്ങമാസത്തിലെ ചതയം നാളിൽ 1908 ഓഗസ്റ്റിൽ ഗുരുദേവൻ്റെ ജന്മദിനത്തിൽ ശിവഗിരി താഴ്വാരം ഭക്തജനങ്ങളെ കൊണ്ട് നിറഞ്ഞു. ശാന്തഗംഭീരയായ പ്രകൃതി, മന്ത്രധ്വനികളാൽ സാന്ദ്രമായ ശിവഗിരി താഴ്വാരം. അതാ ദിവ്യ തേജസ്സാൽ പരിപൂർണനായ ഗുരുദേവൻ തൻ്റെ തൃക്കൈകളാൽ ഒരു ശിലാഖണ്ഡം പതുക്കെ ഉയർത്തി ഒരു നിമിഷം ആ ശിലയിലേക്ക് തന്നെ തൻ്റെ അനുഗ്രഹീതമായ ദൃഷ്ടി പതിപ്പിക്കുന്നു. ആ ചെഞ്ചുണ്ടുകളിൽ ഏതോ ഒരു ദിവ്യ മന്ത്രം ഉയർന്നുവോ? കൂടി നിൽക്കുന്ന അനേകം ഗുരുദേവ ഭക്തരുടെ മനസ്സിലും ചുണ്ടിലും പ്രാർത്ഥനാ മന്ത്രങ്ങൾ മാത്രം. ഭക്തി പാരവശ്യത്താൽ പല കണ്ണുകളും ഈറനണിഞ്ഞു. പ്രാർത്ഥനാ മന്ത്രത്താൽ മുക്തയായ ശിവഗിരി താഴ്വാരം. ഗുരുദേവൻ സാവധാനം കുനിഞ്ഞ ശിലാഖണ്ഡം മുൻകൂട്ടി നിശ്ചയിച്ച പീഠത്തിൽ ഉറപ്പിക്കുന്നു. എങ്ങും പ്രാർത്ഥനാ മന്ത്രങ്ങൾ മാത്രം. ജനസാഗരങ്ങളുടെ നയനങ്ങളിൽ നിന്നും അശ്രുക്കൾ ധാരധാരയായി ഒഴുകി വരുന്നു. ശാരദാ മഠ ശിലാസ്ഥാപനം കഴിഞ്ഞ് ഗുരുദേവൻ സാവധാനം ഉയർന്നു വരുന്നു. ഈ സമയം ഗുരുദേവൻ്റെ ദിവ്യ കളയബരം ഒന്ന് കാണേണ്ടതായിരുന്നു. ഒരു ദിവ്യപ്രഭയാൽ ആവൃതനായ സാക്ഷാൽ സത്യസ്വരൂപം എൻ്റെ ഗുരു. സന്തോഷത്താലും ഗദ്ഗതത്താലും ഇടറിയ ഖണ്ഡങ്ങളിൽ നിന്നും ഒഴുകി വരുന്ന ഭക്തിസാന്ദ്രമായ കീർത്തനങ്ങൾ. ശിവഗിരി താഴ്വാരത്തിൻ്റെ ശോഭ 10 മടങ്ങ് വർദ്ധിച്ചതുപോലെ തൈമാവൻ കൂട്ടങ്ങളെ തഴുകി തലോടി വരുന്ന മന്ദമാരുത പ്രവാഹത്താൽ ചാഞ്ചാടി കളിക്കുന്ന ഇലകളും ചില്ലകളും. ഗുരുവിൻ്റെ സ്നേഹാർദ്രമായ നയനങ്ങൾ ഓരോ ഭക്തരെയും പ്രത്യേകം കടാക്ഷിച്ചുകൊണ്ട് സാവധാനം ചലിക്കുന്നു. അവസാനം ആ നയനദ്വയങ്ങൾ ചിന്നസ്വാമിയിലേക്ക് എത്തി നിൽക്കുന്നു. കുമാരുവിൻ്റെ അധരങ്ങളിലും ഏതോ ഒരു കീർത്തനം ഒഴുകി വരുന്നുണ്ടോ? ഗുരുവും ശിഷ്യനും അവാച്യമായ അനുഭൂതിയിൽ ലയിച്ചതുപോലെ ഗുരു കടാക്ഷത്താൽ നിറഞ്ഞ കുമാരുവിൻ്റെ മനസ്സിൽ ഒരു പ്രാർത്ഥനാ മന്ത്രം ഉയരുന്നു. ഗുരു തൻ്റെ ദൗത്യം നിർവഹിച്ച് സാവധാനം പർണശാലയിലേക്ക് യാത്രയാകുന്നു. അതിനുശേഷം എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അന്നുതന്നെ ശാരദാ മഠത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. മംഗലശ്ശേരി ഗോവിന്ദനാശാൻ, ആലുംമൂട്ടിൽ ഗോവിന്ദദാസ്, പ്ലാവില കേശവൻ മേസ്ത്രി മുതലായവർ ശാരദാ മഠത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ തുടങ്ങി. ക്ഷേത്ര നിർമ്മാണ ആരംഭത്തിൽ തന്നെ മംഗലശ്ശേരി ഗോവിന്ദനാശാൻ വലിയൊരു തുക സംഭാവനയായി നൽകുകയും ആലുംമൂട്ടിൽ ഗോവിന്ദദാസ് ദിനം പ്രതിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പ്രചോദനവും നേതൃത്വവും നൽകിക്കൊണ്ട് സദാ കർമ്മനിരതനായി നിന്നു. പ്രത്യുത നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായപ്പോഴൊക്കെ ഗുരുദേവ ഹിതമനുസരിച്ച് അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തു. കേശവ മേസ്ത്രി ഗുരുദേവൻ്റെ കൽപ്പന അനുസരിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു. എങ്ങും പുതിയൊരു ഉന്മേഷവും ആവേശവും കാണാം. നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ മുന്നേറുകയാണ്. ഈ അവസരത്തിൽ മഹാകവി കുമാരനാശൻ എഴുതിയ
ശ്രീ ശാരദാഷ്ടകം എന്ന കൃതിയെപ്പറ്റി പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചെറിയൊരു പിശക് ചൂണ്ടിക്കാണിക്കണം എന്ന് വിചാരിക്കുന്നു. ഒരുപക്ഷേ അത് കണ്ടെത്തുവാനുള്ള ശ്രമം മൂലമാണ് ഈ വീഡിയോ പൂർത്തിയാക്കുവാൻ വൈകിയത്. അതായത് ശാരദാമഠ ശിലാസ്ഥാപനം കഴിഞ്ഞ ഉടൻ കുമാരനാശാൻ എഴുതിയതാണ് ശ്രീ ശാരദാഷ്ടകം എന്ന് പലരും പറയുന്നത് കേൾക്കാനിടയായി. എന്നാൽ അത് ശരിയല്ല. ശാരദാമഠ ശിലാസ്ഥാപനം കഴിഞ്ഞതിൻ്റെ അടുത്ത മാസം, അതായത് 1084 കന്നി 20-ാം തീയതി വിജയദശമി നാളിൽ ഡോക്ടർ പൽപു സ്ഥാപിച്ച ആനന്ദ എന്ന അച്ചടിശാലയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കുമാരനാശാൻ എഴുതിയതാണ് ഇന്ന് കാണുന്ന ശ്രീ ശാരദാഷ്ടകത്തിലെ ആദ്യ ശ്ലോകമായ വാക്മ്യവാങ്മയമിതം ജഗസ്ഥിത വ്യാദനോതു മമ ദേവതാശ്രയം കാപിഹസ്ത പരിവാദിനി ഗളത് കാകളീലയ കലാ കുതൂഹല. അതിനുശേഷം അടുത്ത 6 ശ്ലോകങ്ങളും കൂട്ടിച്ചേർന്നതായിരുന്നു ശാരദാസ്തവം. ഇത് 1908 വിവേകോദയത്തിൽ പുസ്തകം 5 ലക്കം 7-8 എന്നിടത്ത് കാണാവുന്നതാണ്. കൂടാതെ കുമാരനാശാൻ്റെ സമ്പൂർണ്ണ കൃതികളിൽ വാല്യം 2 പേജ് 416 എന്ന സ്ഥലത്ത് കരുണാനിധി സ്തോത്രം എന്ന പേരിൽ കാണാം. ഇതെല്ലാം സച്ചിദാനന്ദ സ്വാമികൾ എഴുതിയ ശാരദാമഠ ചരിത്രവും ദർശനവും എന്ന കൃതിയിൽ 95-ാമത്തെ പേജിൽ വളരെ വ്യക്തമായി വായിക്കാവുന്നതുമാണ്. ഈ 6 ശ്ലോകങ്ങൾക്ക് ശേഷം പിന്നീട് കുമാരനാശാൻ എഴുതിയ 2 ശ്ലോകങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഇതൊരഷ്ടകമാക്കി, ശ്രീ ശാരദാഷ്ടകം. ശാരദാ മഠപ്രതിഷ്ഠാ സമയത്ത് ഈ സ്തോത്രം കുമാരനാശാൻ തന്നെ ചൊല്ലുകയുണ്ടായി. ഈ കൃതിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുവാനുണ്ട്. പ്രത്യേകിച്ച് കാപിഹസ്ത പരിവാദിനി ഗളത് എന്ന പ്രയോഗം. എങ്ങനെ ശാരദയുടെ വിശേഷണത്തിൽ ഹസ്തപരിവാദിനി അഥവാ വീണാഹസ്തയായ എന്ന പ്രയോഗം വന്നു ചേർന്നു. ഗുരുദേവൻ്റെ ശാരദയെക്കുറിച്ച് ഹ്രസ്വമെങ്കിലും അറിയണമെങ്കിൽ നമുക്ക് മുമ്പിൽ പ്രധാനമായി മറ്റ് 2 മാർഗങ്ങൾ കൂടിയുണ്ട്. അതിലാദ്യത്തേത് ശാരദാ മഠ ശിലാസ്ഥാപനത്തിന് ശേഷം ഒരനുഗ്രഹീതമായ മുഹൂർത്തത്തിൽ കുളിച്ചുകൊണ്ടിരുന്ന ഗുരുവിൻ്റെ അന്തരംഗത്തിലേക്ക് കൂർന്നു വന്ന കർണാമൃതപ്രദവും ഭക്തിസാന്ദ്രവുമായ ഒരു സ്തോത്രം. പെട്ടെന്ന് സ്നാനം കഴിഞ്ഞ് ഈറൻ വസ്ത്രവുമായി വന്ന ഗുരുദേവൻ ശിഷ്യനായ ദിവ്യശ്രീ സുഗുണാനന്ദ സ്വാമികൾക്ക് പറഞ്ഞുകൊടുത്ത ജനനി നവരത്നമഞ്ജരി എന്ന സ്തോത്രം. ആ കീർത്തനം സുഗുണാനന്ദ സ്വാമി ഭക്തിസാന്ദ്ര മാനസനായി എഴുതിയെടുക്കുവാൻ തുടങ്ങി. സുഗുണാനന്ദ സ്വാമികൾ സംഗീത സ്വാമികളെന്നും വിഖ്യാതനാണ്. സുഗുണാനന്ദ സ്വാമികൾക്ക് കീർത്തനം എഴുതിയെടുക്കുവാൻ പാകത്തിൽ ഗുരുദേവൻ പറഞ്ഞു തുടങ്ങി. ഒന്നായ മാമതിയിൽ നിന്നായിരം ത്രിപുടി വന്നാശു തൻ മതി മറന്നന്നാദിയിൽ പ്രിയമുയർന്നാടലാം കടലിൽ ഒന്നായി വീണു വലയും ഇന്ന് തുടങ്ങുന്ന ജനനി നവരത്നമഞ്ജരിയും മറ്റൊന്ന് ഗുരുദേവൻ പ്രതിഷ്ഠ ചെയ്ത ശാരദാ പ്രതിഷ്ഠയുടെ പ്രത്യേകതയും. ഇതിലൂടെയൊക്കെ ശാരദാദേവിയെ നമുക്ക് വിശദമായി മനസ്സിലാക്കുവാൻ കഴിയും. ശാരദാ മഠ നിർമ്മിതി ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ മറ്റു പല പ്രവർത്തനങ്ങളും, പ്രതിമാ നിർമ്മിതി, SNDP യോഗത്തിൻ്റെ വാർഷിക സമ്മേളനത്തിൻ്റെ ഒരുക്കങ്ങൾ, പ്രതിഷ്ഠാ മഹോത്സവം സംബന്ധമായ തയ്യാറെടുപ്പുകൾ, അതിനുവേണ്ടിയുള്ള പന്തലുകളുടെ നിർമ്മാണങ്ങൾ, അങ്ങനെ പല പല തയ്യാറെടുപ്പുകളും. നമുക്കതിൻ്റെ പുരോഗതി വീക്ഷിച്ചുകൊണ്ടിരിക്കാം. അങ്ങനെ പണി നടക്കട്ടെ. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം തുടർന്നുള്ള അധ്യായങ്ങളിൽ. എന്തു പറയുന്നു? ഈ വീഡിയോയിലൂടെ ഒരു പുതിയ കാര്യമെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞുവെങ്കിൽ ഞാൻ
കൃതാർത്ഥനാണ്. ഗുരു കടാക്ഷം എല്ലാവർക്കും ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം.